All right, to a mega India Today exclusive here. Ahead of polls in Kerala, Chief Minister Pinarayi Vijayan has now spoken exclusively to India Today on corruption charges facing his government and his political opponents, all those controversies around them. Here, BJP and the Congress now in Kerala. What exactly are the odds? A no-holds-barred interview here with the Chief Minister of Kerala, Pinarayi Vijayan. Let's cut across. As we get into the election, there is a lot of political debates happening. There are allegations of corruptions which are raised by the opposition. There are central agencies which are probing many of the officials who are from the government and also links with the party. So how does you as a Chief Minister see these developments and allegations? ഇവിടെ ഗവൺമെൻറ്റിനെതിരെയുള്ള സാരമായ ഒരു എലിഗേഷനും ഉയർന്നു വന്നിട്ടില്ല. ഇതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള എലിഗേഷൻ ഉയർത്താനുള്ള സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ ധാരാളമുണ്ട്. ആ കാര്യങ്ങളാകെ പരിശോധിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടം വരെ അത്തരത്തിലുള്ള ഒരു എലിഗേഷനും ഉയർന്നു വന്നിട്ടില്ല. അതിനെന്താ കാരണം? അതിന് കാരണം കേരളത്തിൽ അഴിമതി ഇല്ലാത്തൊരു ഭരണമാണ് കാഴ്ചവെച്ചത്. അഴിമതിരഹിതമായ ഭരണം. അതുകൊണ്ടാണ് രാജ്യം തന്നെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് സാക്ഷ്യപ്പെടുത്തിയത്. പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറയാൻ നോക്കുക. അത് ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറല്ല. ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സംശയവും ഇത്തരം കാര്യങ്ങളില്ല. അപ്പോഴാണ് കേരളതല യോജിപ്പ് കോൺഗ്രസ്, UDF, BJP തമ്മിൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി BJP ഇടപെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ തെറ്റായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചത്. അതിൻ്റെ ഫലമായി കേന്ദ്ര ഏജൻസി അങ്ങനെ ഇടപെടുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി എപ്പോഴും നിയമപ്രകാരം പ്രവർത്തിക്കേണ്ടവരാണ്. എല്ലാ ഏജൻസികളും നിയമപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യപ്പെട്ടവരാണ്. നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ നിയമവാഴ്ച അവസാനിക്കാത്തൊരു രാജ്യമാണ് നമ്മുടേത്. ഇപ്പോഴും നിയമവാഴ്ച നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള സ്വാഭാവികമായ ജുഡീഷ്യൽ പ്രോസസ്സ് ആരംഭിക്കും. ഇപ്പോൾ അത് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ നേരിടേണ്ടി വരിക. അപ്പോൾ കേരളത്തിൽ വന്ന് അങ്ങനെ വിരട്ടി കാര്യങ്ങൾ നേടിക്കളയാമെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യാമോഹിക്കേണ്ടതായിട്ടില്ല. അതിനെ ആ നിലക്ക് മാത്രമേ കാണുന്നുള്ളൂ. തെറ്റായി കാര്യങ്ങൾ ചെയ്തവർക്കെതിരെയാണ് നടപടികൾ ഉണ്ടാകേണ്ടത്. സങ്കല്പിച്ചുകൊണ്ട് തെറ്റ് ആരോപിച്ച് നടപടിക്ക് പുറപ്പെട്ടാൽ അത് നിയമപ്രകാരം നിലനിൽക്കുന്നതാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ യാതൊരു ആശങ്കയില്ല. ജനങ്ങൾ ഒട്ടും ഇതൊന്നും മുഖവിലക്കെടുക്കുന്നുമില്ല. And there you have it, Pinarayi Vijayan there speaking exclusively to India Today, speaks of the corruption allegations surrounding the Kerala government. Of course, the Chief Minister himself asking about the scams in the recent past, including the gold smuggling scam case. Here, Kerala Chief Minister says that the central agencies are being used to arm twist the Kerala government, but he will not be deterred. Here, he says that central agency is trying to threaten us, but I will not bow down. In fact, Pinarayi Vijayan extensively spoke about the prospects of his government, speaking particularly about the BJP and the Congress and what are the odds this time, what are the equations. Here's what he said, cutting across. Now we are in the election campaign phase, and there are many senior leaders from the BJP and the UDF who are campaigning in Kerala. Home Minister Amit Shah was here, sharply criticizing you personally, your government, and also the UDF and the BJP are raising the Sabarimala issue. So is that in any manner a matter of concern for you as a Chief Minister? ഇത് സാധാരണഗതിയിൽ ഞങ്ങളെ ബാധിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല നല്ലതുപോലെ ഉന്നയിച്ചതാണ്. പക്ഷേ ജനങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ സുപ്രീം കോടതി അവസാനം നേരത്തെയുള്ള നിലപാടിലൊരു ഇളവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലെ അവസാന വിധിക്ക് കാത്തു നിൽക്കുക. ആ അവസാന വിധി വരുമ്പോഴാണ് എന്താണ് സമീപനമെന്നത് നോക്കേണ്ടത്. അങ്ങനെ അവസാന വിധി വരുന്ന സമയത്ത് പൊതുവായ നിലപാടിനെതിരെയുള്ളൊരു വിധിയാണെങ്കിൽ
അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്ത് മാത്രമേ നിലപാടെടുക്കൂ എന്ന് LDF സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കാകെ ബോധ്യമുള്ള കാര്യമാണ്. അതേ നിലപാടിലാണ് LDF നിൽക്കുന്നത്. All right, I'm going to cut across to Gopi Krishnan joining us live. More details. Gopi finally got the Chief Minister of Kerala on his campaign trail. He seems quite confident when he speaks and also says he will not be arm twisted by central agencies. He says that there are hardly any corruption allegations against him, and whatever the government is trying to do, he will not bow down to it. What more did the Chief Minister tell us? Well, Nabila, Kerala Chief Minister Pinarayi Vijayan is on a very tight campaign trail schedule across his home constituency, that is Dharmadam, and today is the final day of his campaign in the constituency, and right behind me you can see the venue where he will be speaking a couple of minutes later. Now, coming to this very exclusive and important interview of Chief Minister Pinarayi Vijayan, he sounds extremely confident, and he even starts the speaking and the interaction on a note that there is a sense that the government is going to retain power in Kerala. And there are a lot of important issues in which Chief Minister is responding to, which most importantly is the central agencies which are roaming around in Kerala, because there are multiple cases which have been registered by the agencies. There are many government agencies, the government agencies which are under the scanner. Some people related to the government are being probed by these agencies, and that is exactly what Chief Minister was referring to, because he is saying there is no genuine corruption allegation against the government, but these are all assumptions that a person could have done corruption or some corruption could have happened. That is exactly why he is going on record and confirming to us for the first time that the central agencies will face judicial, some sort of a judicial action against them. Now, perhaps that is the first time Kerala Chief Minister has said that the government is exploring legal options, judicial options against the central probe agencies, which has been criticizing, which has been getting the government under trouble on multiple occasions. But certainly, we will have to wait and watch on what are going to be this judicial probe and judicial actions against central agencies. Gopi, thank you very much for joining us with those details. We're going to get excerpts of the interview.